ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ചാണ്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ചെറിയൊരു മാറ്റം വരുത്തിയില്ലെങ്കിൽ നാളെ നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവർ ഒരുപാട് സബ്ജക്ട്സ് പഠിക്കുന്നുണ്ട്, ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും സോഷ്യൽ സ്റ്റഡീസ് ആയാലും മറ്റ് മാത്തമാറ്റിക്സ്, സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെ എല്ലാം അവർ പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലെസൺസ് ആണ്. അതിനകത്ത് മീനിങ്, മറ്റ് ഗ്രാമർ എല്ലാം അവർ പഠിക്കുന്നുണ്ട്. പക്ഷേ അവരോട് ഒരു പാരഗ്രാഫ് ഒന്ന് അല്ലെ ഒരു ലെറ്റർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് അത് എഴുതാൻ അറിയത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് സ്കൂളുകളിൽ നമ്മൾ കുട്ടികളെ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ ഇംഗ്ലീഷ് എങ്ങനെ കൈകാര്യം ചെയ്യാം. നാളെ നമ്മൾ ഈ 12ാം ക്ലാസ് വരെ പഠിച്ചതിന് ശേഷം പിന്നെയും കുട്ടികൾ വേറെ ട്യൂട്ടോറിയൽ സെൻറ്ററിൽ പോയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുകയാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി. എന്തൊരു കഷ്ടമാണ്. അതിലും നല്ലതാണ് ആ ക്ലാസ്സിൽ ആ കുട്ടികൾക്ക് പ്രോപ്പർ ഗൈഡൻസ് കൊടുത്ത് അവരെ കൊണ്ട് ക്ലാസ്സുകളിൽ ശരിക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിക്കുക. ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിച്ച് കുട്ടികൾ തന്നെത്താനെ സ്റ്റോറി എഴുതുന്നു. നാളെ ഒരു ചാപ്റ്റർ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് മാറ്റർ വായിച്ചിട്ട് തന്നെ ആൻസർ എഴുതും. ഗ്രാമറും ഒക്കെ നമ്മൾ റൂൾസ് എല്ലാം ഗ്രാമർ പഠിപ്പിക്കും. പക്ഷേ എങ്കിലും കുട്ടികൾ ഈ റൂൾസൊക്കെ തെറ്റിച്ചിട്ടാണ് ഗ്രാമറിന് ആൻസറൊക്കെ എഴുതുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളെ ഓരോ ലാംഗ്വേജ് എങ്ങനെ സംസാരിക്കാൻ പഠിപ്പിക്കാം, അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട രീതി. രണ്ടാമത് ഇപ്പോൾ ഹിന്ദി ക്ലാസ് എടുക്കുക. ഹിന്ദി തന്നെ അക്ഷരങ്ങൾ പഠിച്ചു വന്നതിന് ശേഷം ഒരു മീനിങ് പോലും മനസ്സിലാക്കാതെ ഒരുപാട് പിള്ളേർ ചുമ്മാ ഹിന്ദി കാണാപ്പാഠം പഠിക്കുക. ഹിന്ദി ക്വസ്റ്റ്യൻ ആൻസർ മൊത്തം ഒരു കാണാപ്പാഠം പഠിച്ച് അവർ എഴുതി വെക്കുന്നു. ഇങ്ങനെ ഇത്രയും സമയം അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. രാവിലെ സ്കൂളിൽ 7:30 പോകുന്ന വീട്ടിൽ നിന്ന് 7:30 ഇറങ്ങുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് 9-നൊക്കെ ക്ലാസ് തുടങ്ങുന്ന കുട്ടികൾ 7:30 വീട്ടിൽ നിന്ന് പോകും. അവർ വൈകിട്ടും ഏകദേശം 3:30 വരെ സ്കൂളിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഏകദേശം പിന്നെ അവർ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പോയിട്ട് വീട്ടിൽ വരുമ്പോഴത്തേനും 6 o'clock ആകും, അല്ലെങ്കിൽ 7 o'clock ആകും. അത് കഴിഞ്ഞുള്ള സമയത്ത് കുളിച്ച് ഫ്രഷായി വീണ്ടും പഠനം. അപ്പോൾ കുട്ടികൾക്ക് റിലാക്സേഷൻ ഇല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ കുട്ടികളെ സ്കൂളിൽ തന്നെ ഹോംവർക്ക് ഒന്നും അധികം കൊടുക്കണ്ട. കുട്ടികൾക്ക് റിലാക്സേഷൻ വേണം. ആ സ്കൂളിൽ വെച്ച് തന്നെ എല്ലാം തീർത്ത് വിടുക. അപ്പോൾ കുട്ടികളെല്ലാവരും ഒരുമാതിരി പഠിക്കും. ഒരുപാട് ക്വസ്റ്റ്യൻസും ഒരുപാട് ആൻസേഴ്സും ഇതെല്ലാം കൂടി ഈ തലക്കകത്ത് കൂട്ടി വെച്ചിട്ട് കുട്ടികൾക്ക് എന്തിനാണ് നമ്മൾ സ്ട്രഗിൾ കൊടുക്കുന്നത്? ഇങ്ങനെ കുട്ടികൾ ഒരു ഭൂരിഭാഗം കുട്ടികളും വറീഡൊക്കെ ആയിട്ട് മാതാപിതാക്കന്മാർ സൈക്കാട്രിസ്റ്റിനെയും സൈക്കോളജിസ്റ്റിനെയും ഒക്കെ കാണാൻ പോകുന്നുണ്ട്. പക്ഷേ അവർ സമൂഹത്തിൽ പറയാൻ നാണക്കേടുള്ളത് കൊണ്ട് അവരത് പുറത്തു പറയാതെ അവരതെല്ലാം ഒതുക്കി തീർത്ത് അങ്ങനെ കുട്ടികളെ അങ്ങ് കൊണ്ടുപോകും ഇതുപോലെ. അപ്പം ദയവ് ചെയ്ത് നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം. കുട്ടികൾക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കണം. കുട്ടികൾക്ക് യോഗ ക്ലാസ് കൊടുക്കണം. കുട്ടികളെ എൻ്റർടൈൻ ചെയ്യിക്കാനുള്ള മറ്റു പരിപാടികൾ ആവിഷ്കരിക്കണം. കുട്ടികൾക്ക് ലാംഗ്വേജ് പഠിപ്പിക്കാൻ വെളിയിലെങ്ങും പോയി ഇനിയും പഠിക്കാതെ ഇവിടെ തന്നെ ലാംഗ്വേജ് മൊത്തം സംസാരിക്കുക. ഇംഗ്ലീഷ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു ക്ലാസ്സുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളെ വെച്ച് ഇംഗ്ലീഷ് സംസാരിപ്പിക്കുക. പല കുട്ടികൾ തമ്മിൽ ടീച്ചേഴ്സും പിള്ളേരും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നടത്തുക. അതുവഴി കുട്ടികൾക്ക് നോട്ട്സ് കുട്ടികളോട് പറയണം, നിങ്ങൾ തന്നെ ഒരു സ്റ്റോറി ലൈൻ ഉണ്ടാക്കുക, സ്റ്റോറി എഴുതുക. ഇങ്ങനെ കുട്ടികളെ വളരെ രസകരമായ രീതിയിൽ ക്ലാസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ കുട്ടികൾക്ക് നല്ല റിലാക്സേഷനും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് മാതാപിതാക്കന്മാരോടൊപ്പം സ്പെൻഡ് ചെയ്യാനും അവർക്ക് പുറത്തു പോയി എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റും. ഇത് കുട്ടികൾ പുറത്തോട്ട് പോക്കില്ല. കിട്ടുന്ന സമയം വല്ല മൊബൈൽ നോക്കും. അതിന് സമയം കിട്ടാറില്ല. അവർക്ക് നല്ല പ്രോപ്പർ ഉറക്കം കിട്ടാറില്ല.